രക്തബീജാസുരൻ മണ്ണും വിണ്ണും പാതാളവും കാൽക്കീഴിലാക്കി വിറപ്പിച്ചു. നിഗ്രഹിക്കാൻ ദേവന്മാർ ചാമുണ്ടിയെ അഭയം പ്രാപിച്ചു. ഒരിറ്റു രക്തം വീണാൽ അതിൽ നിന്നും 1000 അസുരന്മാർ പിറവികൊള്ളുന്ന വരപ്രസാദം രക്തബീജാസുരന് കരഗതമാണ്. രൗദ്രഭാവം പൂണ്ട മൂർത്തി ചാമുണ്ടേശ്വരി ബീജാസുരനെ ഒരിറ്റു രക്തം പോലും ഭൂമിയിൽ വീഴാതെ ഊറ്റിയൂറ്റി കുടിച്ച് അസുര നിഗ്രഹം ചെയ്യാൻ അവതാരമെടുത്ത പാതാളമൂർത്തി മടയിൽ ചാമുണ്ടി വരാഹരൂപം ധരിച്ച് ചണ്ടമുണ്ടാസുരന്മാരെ നിഗ്രഹിക്കാൻ പാതാള ലോകം വരെ ചെന്ന മഹാകാളി യമണ്ടിമലയിലും കരിമണൽ താവളത്തിലും ആലന്തട്ട മടവാതിലിലും കാനക്കരയിലും വാണരുളുന്നു ഈ ഉഗ്രമൂർത്തി. മലയക്കോലമായ ചാമുണ്ടി ആദ്യ ദർശനം നൽകിയത് വണ്ണാടിൽ പൊതുവാൾക്കായതിനാൽ മുഖ്യസ്ഥാനം ഇന്നും വണ്ണാടിൽ പൊതുവാൾക്ക് നൽകി വരുന്നു. ഖഡ്ഗവും കയ്യിലേന്തി പ്രഹ്ലാദന്റെ നേരെ കോപാക്രാന്തനായി അലറിയ ഹിരണ്യകശിപു. കാണട്ടെ നിന്റെ നാരായണൻ തൂണിലും തുരുമ്പിലുമുണ്ടെങ്കിൽ എന്നുരയാടി. തൂണു പിളർന്നപ്പോൾ പ്രത്യക്ഷനായ നരസിംഹമൂർത്തി വാതിൽ പടിയിലിട്ട് ഹിരണ്യകശിപുവിന്റെ മാറു പിളർന്ന് കുടൽമാല വലിച്ചു പുറത്തിട്ടു. കോപശമനത്തിനായി തിരുനൃത്തമാടി. കാവുകളിൽ വിഷ്ണുമൂർത്തിയുടെ തോറ്റവും കോലവും ഈ പുരാവൃത്തത്തിന്റെ പുനരാവിഷ്കാരമത്രേ. അംഗത്തിനും പടയ്ക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ടുകാര്യത്തിനും നരിവിളിക്കും എന്നും കൂട്ടുനിൽക്കുന്ന ദൈവമത്രേ വിഷ്ണുമൂർത്തി.